ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ സാധാരണക്കാരന്റെ മനഃശാസ്ത്രത്തിന്റെ 17ാമത്തെ സെഷനാണിന്ന്. പ്രധാനമായിട്ടും നമ്മളുടെ ആശയവിനിമയങ്ങളെ കുറിച്ചാണ് ഇന്ന്. ഇതുവരെയുള്ള വിഷയങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മനസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയ, 3 ഈഗോ സ്റ്റേറ്റുകൾ, അതിന്റെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസുകൾ, അതോടൊപ്പം അതിന്റെ ഡയഗ്നോസിസ്, അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കണ്ടാമിനേഷൻസ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ തുടർന്ന് നമ്മൾ ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ അടുത്തൊരു ഏരിയയിലേക്കാണ്. ട്രാൻസാക്ഷൻസ് നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി, നമ്മൾ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ഈഗോ സ്റ്റേറ്റുകൾ എങ്ങനെയാണ്, ഈഗോ സ്റ്റേറ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഒരു ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ നിലനിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്ട്രക്കായി പോകുന്നത് എന്തുകൊണ്ടാണ്, പലപ്പോഴും ഈഗോ സ്റ്റേറ്റുകൾ വളരെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ആദ്യത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഓമൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇനി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചുറ്റുപാടുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. നമ്മളുടെ ചുറ്റുപാടുകളിലേക്കുള്ള ആശയവിനിമയത്തിന്റെ തലമാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ അതിന് തന്നെയാണ് ശരിക്കും ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മളുടെ സോഷ്യൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും, എങ്ങനെ കൃത്യമായി മനസ്സിലാക്കും എന്ന് പറഞ്ഞ വിഷയമാണ്. വളരെ അനേക ഉദാഹരണങ്ങൾ, ഡെയിലി ബേസിസിൽ അനേക ഉദാഹരണങ്ങൾ നൽകാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ സെക്കൻഡ് പാർട്ട്, ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന പാർട്ട്. ഓരോ ഈഗോ സ്റ്റേറ്റും ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഓരോ രീതിയിലായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആണെങ്കിൽ പേരന്റിന് ഏറ്റവും മൂല്യമുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ നല്ല പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ പല രീതിയിൽ അത് പ്രവർത്തിക്കാം. പക്ഷെ അവിടെ അധികവും സാധ്യത ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിലാണ്. അപ്പം ജഡ്ജ്മെന്റൽ ആയിരിക്കുന്ന തലത്തിൽ നിന്നായിരിക്കും സാധാരണ ട്രാൻസാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഹയർ, ലോവർ, മീഡിയം ഡിഗ്രികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഡൽട്ട് എന്ന് പറഞ്ഞാൽ വളരെ പക്വമായിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, ഒരു വിനിമയ രീതിയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് കുറേ കാര്യങ്ങൾ സ്വീകരിക്കാം. അതിനുശേഷം അയാളുടെ വെർബൽ തലത്തിൽ നിന്ന്, ഈ വെർബൽ തലം വെറും 7% ഉള്ളൂ എന്നാണ് മെഹ്റാബിൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 7% തന്നെ മതി ഒരു മനുഷ്യനെ തകർക്കാൻ എന്നുള്ള അതിൻ്റെ പ്രത്യേകത. കാരണം നമ്മളാരും ബോഡി ലാംഗ്വേജ് ഒന്നും കൃത്യമായിട്ട് നോക്കിയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാരല്ല പൊതുവെ. അതേസമയം വിദേശികളൊക്കെ ആ ട്രാൻസാക്ഷൻ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ പൊതുവെ വെർബലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. വെർബൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതിന് വളരെയധികം പ്രാധാന്യം. ഇപ്പം നമ്മൾ മെഹ്റാബിൻ്റെ കണക്ക് തെറ്റിച്ചെഴുതണം. 7% എന്നുള്ളത് 70% നമ്മൾ വെർബലിൽ എടുക്കും. ആരെങ്കിലും വാഗുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ നമുക്കുള്ളത്. അത് പലപ്പോഴും ഭയങ്കര ഡേഞ്ചറസുമാണ്. അവിടെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്ന അവസാന തലത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് പോകാനുള്ള പവർ മുഴുവൻ കൊടുക്കുന്നത് നമ്മളുടെ ശബ്ദങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏത് തരത്തിലുള്ള രീതിയിലായിരിക്കണം എന്ന് തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ വരുന്ന ചൈൽഡിലേക്ക് വരുമ്പോൾ, ചൈൽഡിന് നമ്മൾ പറഞ്ഞു, ചൈൽഡ് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഒരു നാച്ചുറൽ ചൈൽഡ് എന്ന് പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ വളരെ നിഷ്കളങ്കമായ രീതിയിൽ സംസാരിക്കാം. അഡാപ്റ്റഡ് ചൈൽഡ് 2 രീതിയിൽ സംസാരിക്കാം. ഒന്ന് കംപ്ലൈൻറ്റ് മോഡിൽ പോകാം, അതല്ലെങ്കിൽ റിബലിയസ് മോഡിൽ പോകാം. അപ്പോൾ ഈ പറയുന്ന മോഡുകളിലെല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈഗോ സ്റ്റേറ്റുകളിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് കൂടുതൽ ആഴത്തിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം എന്ത് വേണം, നമ്മൾ ആരാണെന്ന് അറിയണം. അപ്പം അതിനുള്ള ഒരു ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഈഗോ സ്റ്റേറ്റിന്റെ ആ വേരിയേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് നമ്മുടെ ഈഗോ സ്റ്റേറ്റുകളെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാം എന്നെല്ലാം നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻസിനെ, നമ്മളിലൂടെ നടക്കാൻ പോകുന്ന സോഷ്യൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ ഇതുവരെ നമ്മൾ നമ്മളുടെ ഇന്റേണൽ തലമായിരിക്കും മനസ്സിലാക്കിയത്. എന്തായിരുന്നു എൻ്റെ ഈഗോ സ്റ്റേറ്റ്, ആ അവസ്ഥയിൽ എന്തായിരുന്നു ഈഗോ സ്റ്റേറ്റ്, ആ അവസ്ഥ എന്ത് ചേഞ്ച് വരുത്തണമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയുടെ ഈഗോ സ്റ്റേറ്റ് എന്തായിരുന്നു. ഇങ്ങനെയുള്ള കുറേ
സാധ്യതകൾ നമ്മൾ നമ്മളുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യത്തെ പാർട്ട് സത്യത്തിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഹുവാമൈ എന്ന് പറയുന്ന ആ ഒരു ഏരിയ കൃത്യമായിട്ട് നമ്മൾ നമുക്ക് എത്രമാത്രം ടോളറൻസ് ഉണ്ട്. പേരന്റിന്റെ തലത്തിൽ നിന്ന് എന്തൊക്കെ തലത്തിൽ പോകാം. എനിക്ക് പേരന്റ് ആകാൻ സാധിക്കും. ഒരു പേരന്റിന്റെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുമോ? അതോ ഞാൻ എപ്പോഴും പേരന്റിൽ തന്നെയാണോ നിൽക്കുന്നത്? അതോ അതിന്റെ പല ഡിഗ്രികളിലൂടെ ഞാൻ ഇങ്ങനെ വിനിമയം ചെയ്യാൻ തയ്യാറായ രീതിയിൽ എനിക്ക് പ്രാക്ടീസ് ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ അഡൽട്ടിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടാണോ ഞാൻ എൻ്റെ പേരന്റിനെ ഉപയോഗിക്കുന്നത്? അതുപോലെ ചൈൽഡ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് 3 തരം അല്ലെങ്കിൽ 4 തരം ചൈൽഡ്. ഒരു നാച്ചുറൽ ചൈൽഡ് ഉണ്ട്, ഒരു ലിറ്റിൽ പ്രൊഫസറിന്റെ വളരെ പ്രത്യേകതകളുള്ള ഒരു ചൈൽഡിന്റെ വേർഷൻ ഉണ്ട്, പിന്നെ കംപ്ലൈൻറ്റ് ചൈൽഡ് ഉണ്ട്, പിന്നെ റിബല്യസ്. ഈ 4 ചൈൽഡുകളുടെ ഈഗോ സ്റ്റേറ്റുകളുടെ തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളോട് തന്നെ ഒരു ആശയവിനിമയം നടത്തുകയാണ് ആദ്യം. ഞാനതിന് കൃത്യമായി പ്രാപ്തനാണോ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരാളുടെ സംസാരം അല്ലെങ്കിൽ അയാളുടെ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫറൻസിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഇൻഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് തിരിച്ച് എനിക്ക് ഏത് സ്റ്റേറ്റിൽ നിന്ന്, ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു പഠനമാണ്. ഇത് കൃത്യമായി ട്രിഗർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ട്രാൻസാക്ഷൻ അനാലിസിസ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഇതുവരെ നമ്മളെക്കുറിച്ച്, നമ്മളുടെ അവസ്ഥകളെക്കുറിച്ച് എത്രമാത്രം ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഓരോ നിമിഷവും പേരൻ്റായിട്ടും ചൈൽഡായിട്ടും അഡൽട്ടായിട്ടും മാറാമെന്നും, അഡൽട്ടിന്റെ നിയന്ത്രണത്തിൽ ഏതൊക്കെ ലെവലിൽ പേരന്റിലൂടെ കടന്നു പോകാം, ഏതൊക്കെ ലെവലിൽ ചൈൽഡിലൂടെ കടന്നു പോകാം, അഡൽട്ടായിട്ട് തന്നെ എപ്പോഴൊക്കെ നിൽക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ബോധ്യം ആദ്യത്തെ തലങ്ങളിൽ ഈഗോഗ്രാം വരെ നമ്മൾ അനലൈസ് ചെയ്തു. ഈഗോഗ്രാമിൽ നമ്മുടെ ഈഗോ സ്റ്റേറ്റുകൾ എവിടെയാണ് നിൽക്കുന്നത്, അതെവിടെയാണ് ജനറൽ ആയിട്ട് നിൽക്കുന്നത്, സാധാരണ രീതിയിൽ നിൽക്കുന്നത് എവിടെയാണ്. പക്ഷെ അതിന് എത്രമാത്രം മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കണം, എത്രമാത്രം നമ്മുടെ നാച്ചുറൽ ചൈൽഡ് കൂടുതൽ ഗ്രോ ചെയ്യണം, അതുപോലെ എത്രമാത്രം നമ്മളുടെ അഡൽട്ട് ഗ്രോ ചെയ്യണം. പലപ്പോഴും നമ്മളുടെ പൊതുവെ പുരുഷന്മാരുടെ കേസിൽ പറയുകയാണെങ്കിൽ എപ്പോഴും അവരുടെ ക്രിട്ടിക്കൽ പാരന്റ് വളരെ കൂടുതൽ, എത്രമാത്രം കുറയ്ക്കണം, നർച്ചറിങ് പാരന്റ് എങ്ങനെ ഉയർത്തണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. അപ്പൊ ഇനി നമ്മൾ ആ കണ്ട ഉൾക്കാഴ്ചയെ ബേസ് ചെയ്ത് ട്രാൻസാക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നാണ് എറിക് ബേൺ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈഗോ സ്റ്റേറ്റിന്റെ തലത്തിൽ നിന്നുകൊണ്ട് 3 രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻസിലേക്ക് പോകാം. അതിലൊന്ന് കോംപ്ലിമെന്ററി ആണ്, അടുത്തത് ക്രോസ്ഡ് ആണ്, അടുത്തത് അൾട്ടീരിയർ ആണ്. ഈ 3 തരം ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആശയങ്ങൾ കൃത്യമായി നമ്മുടെ മുമ്പിൽ എത്തുന്ന വ്യക്തിയുമായിട്ട് വിനിമയം ചെയ്യാം. അപ്പൊ ഈ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴും നമ്മളുടെ ഈഗോ സ്റ്റേറ്റിന്റെ പവർ കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്ത് അതിനെ SUD എന്നൊക്കെ നമ്മൾ പറയുന്നത് സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ്. ഏത് തലത്തിൽ നിൽക്കുമ്പോഴാണ്, ഏത് ഈഗോ സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ മനസ്സിന് ഒരു ഡിസ്ട്രസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഏത് ഈഗോ സ്റ്റേറ്റിന്റെ ഏത് ലെവലിൽ നിൽക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ട്രാൻസാക്ഷൻസിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയവിനിമയ തലത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യം എടുത്താലും കോംപ്ലിമെന്ററി എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സിറ്റുവേഷനാണ്. കൃത്യത്തിന് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ നമുക്ക് ലഭിക്കുക, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് പ്രതീക്ഷിക്കുന്നത് തന്നെ കൊടുക്കുക. അത് ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ഫാമിലി തെറാപ്പിയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാമിലി കോൺസെപ്റ്റിൽ വന്നാലും സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ കോൺസെപ്റ്റിലൊക്കെ വന്നാലും ഒരു കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ മനഃശാസ്ത്രമൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തലമാണ് കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. പരസ്പര പൂരകമായിട്ട് നിൽക്കുക, അനുപൂരകമായി നിൽക്കുക എന്നൊക്കെ നമുക്ക് പറയും. എന്ന് വെച്ചാൽ ഒരാളുടെ കുറവിനെ കോംപ്രമൈസ് ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കണം, ഇല്ലെങ്കിൽ ഒരാൾ എന്താണോ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ കൊടുക്കാൻ സാധിക്കണം. 6ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസമല്ല, ശരിക്കും നമ്മൾ 2 സൈഡിനെയും മാനിപ്പുലേറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ റെഡിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒന്ന് ആളെ അറിയുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ അറിയാം,
നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ, ഒരു പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ പറയുന്ന ബോഡി ലാംഗ്വേജ്, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഈഗോ സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈഗോ സ്റ്റേറ്റുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 7% വെർബൽ, ബാക്കി 93% നോൺ വെർബലാണ്. അപ്പൊ ഈ നോൺ വെർബൽ ക്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മനസ്സിലാക്കാനുള്ള അസാധാരണമായ ഒരു പാഠവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ കൃത്യമായിട്ട് നമുക്ക് മെരുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാളുടെ ചേഞ്ചിനൊത്ത് നമുക്ക് മാറാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കോംപ്ലിമെന്ററി ആകുക എന്ന് വെച്ചാൽ പരസ്പര പൂരകമാകുക, അവരെന്ത് പ്രതീക്ഷിക്കുന്നു അത് കൊടുക്കുന്ന രീതിയിൽ, അത് നൽകാവുന്ന, ഇവർക്ക് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഇനിഷ്യേഷൻ അങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ പറയാം വിദേശ രാജ്യങ്ങളിൽ ഒരാൾക്ക് ജോലി ഇന്നില്ല എന്ന് പറയുമ്പോൾ പോലും അത് വളരെ പൊളൈറ്റായിട്ട് വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലേ, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് മുതൽ ജോലി ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഒരു രീതി പറഞ്ഞാൽ ഇന്ന് ജോലിയില്ല എന്ന് ഏറ്റവും ആദ്യം അങ്ങനെയായിരിക്കും പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് ജോലിയില്ല, പിന്നെ ആയിരിക്കും കാരണങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ആ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് ഒക്കെ പോകും. അപ്പൊ ഇവിടെ ആ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു താതാത്മ്യം പ്രാപിക്കണമെന്നാണ് പറയുന്നത്. അതാണ് അനുപൂരകത്വം, അല്ലെങ്കിൽ അനുപൂരകമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ എപ്പോഴൊക്കെ കോംപ്ലിമെന്ററി തലത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന എന്താണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ലഭിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് സംസാരിക്കുക. ഇതാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ. അപ്പൊ ഇതാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ഇത് എത്താൻ പറ്റാത്തടത്തോളം കാലം ബാക്കിയുള്ള 2 തരത്തിലൂടെ കടന്നു പോകും. ഇപ്പൊ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് അല്ല, സംസാരിക്കും തുടങ്ങുമ്പോഴേ അറിയാം കോംപ്ലിമെന്ററി ആണോ. ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ 1-2 വാക്കുകളിലൂടെ തന്നെ അറിയാം കോംപ്ലിമെന്ററി ആണോ അല്ലയോ. അല്ലെങ്കിൽ ഉടനെ ക്രോസ്ഡ് ആയി അൾട്ടീരിയർ ആയി എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. അപ്പൊ ക്രോസ്ഡ് അൾട്ടീരിയർ എന്നൊക്കെ അതിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിന്റെ എല്ലാ തലങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ്. നഷ്ടപ്പെട്ടു പോകണമെന്നൊന്നുമില്ല, കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ജയിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ വളരെ മനോഹരമായ ഒരു സൈക്കോളജിക്കൽ ടേം ഉണ്ട്, ഐ ആം ഓക്കെ യു ആർ ഓക്കെ, അല്ലേ. ഓക്കെ കോറൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഐ ആം ഓക്കെ യു ആർ ഓക്കെ, അല്ലെങ്കിൽ ഞാനും ജയിക്കണം നീയും ജയിക്കണം. അപ്പൊ ഈ രണ്ടുപേരും ഐ വിൻ യു വിൻ, രണ്ടുപേരും തമ്മിൽ ലൂസ് ഒന്നുമില്ല, നഷ്ടപ്പെടലൊന്നുമില്ലാതെ രണ്ടുപേരും ജയിക്കുന്ന ഒരു തലം വരണമെങ്കിൽ ഒരു കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് വേണം. രണ്ടുപേരും ജയിക്കണമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം, തോറ്റു കൊടുക്കണം. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പാർട്ടാണ്. അതുകൊണ്ടാണ് ഈ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. എനിക്കില്ലാത്തത് വേറൊരാൾ കോംപ്ലിമെന്റ് ചെയ്യും, അവർക്കില്ലാത്തത് ഞാൻ കോംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് പോയി എപ്പോഴും അങ്ങനെ പ്രായോഗിക ജീവിതത്തിലൊക്കെ നടക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നടക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിട്ടൊരു ലൈഫായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഈ അവയർനെസ് ടൂൾസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഏത് സമയത്ത് നമുക്ക് എത്രമാത്രം താഴാൻ പറ്റും, എത്രമാത്രം വിട്ടുകൊടുക്കാൻ പറ്റും, എത്രമാത്രം തോറ്റു കൊടുക്കാൻ പറ്റും, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന മനോഹരമായ ഒരു അവയർനെസ് ടൂളാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഒരു വൈകാരിക ക്ഷമത നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കൂടുതൽ വൈകാരികമായ ഒരു ഇമോഷണൽ ബലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇമോഷണൽ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കോംപ്ലിമെന്ററി ഒക്കെ തകർന്നു പോകും. അവിടെ നമുക്ക് ജയമാണ് പ്രാധാന്യം. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ജയമാണ് എങ്കിലും നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരും കൂടെ ചേർന്ന് ജയിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോംപ്ലിമെന്ററി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ കോംപ്ലിമെന്ററിയിലെ ഫസ്റ്റ് പാർട്ട് അതാണ്. രണ്ടാമത്തെ, ഇനി കോംപ്ലിമെന്ററി ആകാൻ സാധിക്കുന്നില്ല, ഞാൻ പറഞ്ഞു നമ്മൾക്ക് വെറും സാധാരണക്കാരാണ്. ഏത് നിമിഷവും നമ്മളുടെ ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാം. മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന രീതികളൊക്കെ മാറിപ്പോകും. അപ്പോൾ നോർമലായിട്ടും ക്രോസ്ഡിലേക്കും അൾട്ടീരിയറിലേക്കും പോകും. ക്രോസ്ഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല, അത് വ്യക്തികളുടെ വ്യത്യാസമാണ്, വ്യക്തികളുടെ ഈഗോ സ്റ്റേറ്റുകളുടെ വ്യത്യാസമാണ്. കോംപ്ലിമെന്ററി ട്രാൻസാക്ഷനിൽ ഒരേ ഈഗോ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ പേരന്റ് ടു പേരന്റ് അല്ലെങ്കിൽ അഡൽട്ട് ടു അഡൽട്ട് അല്ലെങ്കിൽ ചൈൽഡ് ടു ചൈൽഡ് സംസാരിക്കും. 2 ചെറിയ കുട്ടികൾ തമ്മിൽ വളരെ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ ചൈൽഡ് ടു ചൈൽഡായിട്ട് തന്നെ അവർ സംസാരിക്കും. അത് കോംപ്ലിമെന്ററി ആണ്.
അഡൽട്ട് ടു അഡൽട്ടായിട്ട് സംസാരിക്കുക. കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അഡൽട്ട് ടു അഡൽട്ട് പരസ്പരം അംഗീകരിച്ച് പോകും. ഇനി പേരന്റിന്റെ മൂല്യങ്ങളും അതുപോലെ തന്നെ ജഡ്ജ്മെന്റൽ ക്യാരക്ടേഴ്സും എല്ലാം വെച്ചുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു തലവുമുണ്ട്. അവിടെയും രണ്ട് ഈഗോ സ്റ്റേറ്റുകൾ തമ്മിലാണ് സംസാരിക്കുന്നത്. അവിടെ ക്ലാഷ് വരാത്ത രീതിയിൽ മുന്നോട്ട് പോകും. അത് കോംപ്ലിമെന്ററി എന്ന് പറയാം. സെക്കൻഡ് വരുമ്പോൾ ക്രോസ്ഡ് എന്ന് പറയുമ്പോൾ ഈഗോ സ്റ്റേറ്റുകളുടെ തലങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നമ്മൾ പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് പറയുമ്പോൾ പേരന്റിന്റെ ജഡ്ജ്മെന്റലായി ചൈൽഡിലേക്ക് പറയുമ്പോൾ ഈഗോ സ്റ്റേറ്റ് ക്രോസ്ഡ് ആയിട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ തിരിച്ചുള്ള കോൺവെർസേഷൻ നമ്മൾ പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് സംസാരിച്ചു, ദെൻ ചൈൽഡിൽ നിന്ന് പേരന്റിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പേരന്റിൽ നിന്ന് ചൈൽഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ക്രോസ്ഡ് എന്ന് പറയുന്നത് ഈഗോ സ്റ്റേറ്റുകൾ തമ്മിൽ ക്രോസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. പിന്നെ വരുന്നത് അൾട്ടീരിയർ ആണ്. അത് നോർമൽ സോഷ്യൽ ഒരു കോണ്ടെക്സ്റ്റിന്റെ കൂടെ ഒരു സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിനും കൂടെ ഒരു മനഃശാസ്ത്രപരമായ ശരിക്കും നമ്മൾ പറയുന്നത് ഒരു ഹിഡൻ അജണ്ടയും കൂടെ നമ്മൾ സംസാരിക്കുന്ന തലത്തിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളതിനെ അൾട്ടീരിയർ എന്ന് പറയും. അത് 2 ഡയമെൻഷനിലും വരാം, ട്രയാങ്കുലർ ഏരിയയിലും വരാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മുടെ ജനറൽ ലൈഫിൽ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം എന്താണ് ഈ ട്രാൻസാക്ഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈഗോ സ്റ്റേറ്റുകളുടെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് ഏത് ഈഗോ സ്റ്റേറ്റിലേക്ക് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനറലി നമ്മൾ ട്രാൻസാക്ഷൻ വെക്ടേഴ്സ് ഉണ്ട്. ഒരെണ്ണം ഒറിജിനേറ്റിംഗ് വെക്ടറും ഒരെണ്ണം തിരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു വെക്ടറുമായിരിക്കും. ഒന്ന് ഒറിജിനേറ്റ് ചെയ്യും, ഒന്ന് അടുത്ത അതർ സൈഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ വെക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ഒരേ രീതിയിൽ ഒരേ ഫേസിൽ ഒരേ തലത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവിടെ ഒരു എക്സാമ്പിളാണ് അനുപൂരക സംഭാഷണങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇവിടെ സംസാരിക്കുന്ന അഡൽട്ടിൽ നിന്ന് അഡൽട്ടിലേക്കാണ്. നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, സംസാരിക്കുന്നതിന് മുമ്പ് നിൽക്കേണ്ടത് നമ്മൾ ആദ്യമേ ഒന്ന് ഡിസൈഡ് ചെയ്യും, അല്ലേ? അഡൽട്ടിൽ നിന്ന് അഡൽട്ടിലേക്കാണോ, പേരന്റിൽ നിന്ന് അഡൽട്ടിലേക്ക്, എങ്ങോട്ടാണ്? ഇവിടെ അഡൽട്ടിൽ നിന്ന് അഡൽട്ട് സുഖമാണോ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പല രീതിയിൽ ആൻസർ പറയാം, അല്ലേ? ഇവിടെ നമ്മൾ പറയാണ് എനിക്ക് സുഖമാണ്, താങ്കൾക്കും സുഖമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള, നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുന്നു, തിരിച്ച് സുഖമാണ് എന്ന് തിരിച്ച് പറയുന്ന രീതിയിലുള്ള കോംപ്ലിമെന്ററി തലത്തിലുള്ള ഒരു ട്രാൻസാക്ഷനാണ്. ഇതാണ് ഏറ്റവും സുഖകരമായ ഒരു ട്രാൻസാക്ഷൻ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുന്നു അതേ ഈഗോ സ്റ്റേറ്റിലേക്ക് തന്നെ കൃത്യമായി റിട്ടേൺ അല്ലെങ്കിൽ റിസൾട്ട് തിരിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സംസാര രീതിയാണ് അനുപൂരക സംഭാഷണങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് സാധാരണ നമ്മൾ തുടക്കത്തിലെ സംസാരിക്കുന്ന രീതിയാണ്. ഏറ്റവും ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അനുപൂരക സംഭാഷണങ്ങൾ തന്നെയാണ്. പക്ഷേ വഴിയെ സ്വല്പം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പലപ്പോഴും ഈ ട്രാൻസാക്ഷൻ സ്റ്റൈലിൽ മാറും. കാരണം നമുക്ക് ഹർട്ട് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, പുരുഷന്മാർ എപ്പോഴും ഒരു സൊല്യൂഷൻ സീക്കേഴ്സ് ആണെന്ന് പറയും, അല്ലെങ്കിൽ കൂടുതൽ ഡോമിനൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഡോമിനൻസ് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അനുപൂരക സംഭാഷണങ്ങളുടെ സാധ്യത അവിടെ നഷ്ടപ്പെടാം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചോളം പറയുമ്പോൾ കെയറിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വേണം, അവരെ ശ്രദ്ധിക്കണം, അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എന്ന് പറയും. അങ്ങനെ വരുന്നില്ലെങ്കിൽ ആ സൈഡിൽ നിന്നുള്ള കോംപ്ലിമെന്ററി തലങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. അപ്പം ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവരൊരു ട്രാൻസാക്ഷൻ അനാലിസിസിൽ എറിക് ബേൺ പറയുന്ന ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട്. ഫസ്റ്റ് റൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷനെ കുറിച്ചാണ്. ആസ് ലോങ് ആസ് ട്രാൻസാക്ഷൻസ് റിമെയിൻ കോംപ്ലിമെന്ററി, കമ്മ്യൂണിക്കേഷൻ ക്യാൻ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. നമ്മൾ നോക്കാം, ഒരു ലവേഴ്സിന്റെ ഇടയിലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള പ്രീ മാരേജ് ടൈമിലുള്ള ഒരു സംഭാഷണം, നല്ല പ്രായമുള്ള സീനിയർ സിറ്റിസൺസിലെ പ്രായമുള്ളവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇടമുറിയാതെ നമുക്ക് വിചാരിക്കും എന്താണ് ഇത്ര സംസാരിക്കാനുള്ളതെന്ന്. കാരണം അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു പോകും. പരസ്പര പൂരകങ്ങളെ പോലെ അനുപൂരകങ്ങളെ പോലെ സംസാരിച്ച് പോകാനുള്ള ഒരു കപ്പാസിറ്റി. പക്ഷെ ഇതൊരു മാനസിക തലമാണ്. കറക്റ്റായിട്ട് ഒരു വ്യക്തിക്ക്
ഈ പറയുന്ന കോംപ്ലിമെന്ററി അല്ലാത്ത രീതിയിൽ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് ആ സംഭാഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സുകൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുന്ന എപ്പോഴും അനുപൂരകങ്ങളായിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭാഷണങ്ങൾ എപ്പോഴും തുടക്കത്തിൽ സംഭവിക്കാം, പക്ഷെ അതിനുശേഷം കുറച്ച് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് എപ്പോഴും കോംപ്ലിമെന്ററി ആകാൻ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ആ ട്രിഗർ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം വെർബൽ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ തിരിച്ച് വരുന്ന റെസ്പോൺസുകളെ കൃത്യമായി ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മളുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് നോക്കുക. നമുക്കറിയാം ഓരോ സംസാരത്തിൻ്റെയും ഇൻപുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഓരോ തരം ഹോർമോണുകൾ ഡെവലപ്പ് ചെയ്യുമെന്നറിയാം. അല്ലെങ്കിൽ ചിന്തകൾക്ക് മാറ്റമുണ്ടാക്കും, വിചാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസിന് മാറ്റമുണ്ടാക്കും, അതോടൊപ്പം ബിഹേവിയർ തരങ്ങളിലും മാറ്റം വരും. അപ്പോൾ ശരീരത്തിലെ ചലനങ്ങൾ പോലും മാറാം, ബോഡി സെൻസേഷൻസ് മാറാം. അപ്പോൾ ഈ ബോഡി സെൻസേഷൻസും വൈകാരിക തലങ്ങളെയും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ആ ശരിക്കും ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംഭാഷണങ്ങൾ തുടർന്ന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഞാൻ പറഞ്ഞ കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അതിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? സന്തോഷത്തോടെയാണോ? അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരുന്ന മുഖഭാവം പെട്ടെന്ന് മാറി നിസ്സംഗതയുടെ മുഖഭാവം വന്നോ? അല്ലെങ്കിൽ കണ്ണ് വെട്ടിക്കുകയോ അല്ലെങ്കിൽ മുഖം മാറ്റുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഇരിക്കുന്ന പൊസിഷൻ മാറുകയോ അല്ലെങ്കിൽ ഒരു സൈലൻസിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ബോഡി ലാംഗ്വേജിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൻസ് ചെയ്തുകൊണ്ട് പരസ്പരം മുന്നോട്ട് പോകുന്ന സംസാരത്തെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിരുദ്ധ അല്ലെങ്കിൽ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ, രണ്ടാമത്തെ ഏരിയ ആണത്. ക്രോസ്ഡ് ട്രാൻസാക്ഷൻ, വിരുദ്ധ സംഭാഷണങ്ങൾ എന്ന് പറയും. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ചോദിക്കുന്നത് അഡൽട്ടിൽ നിന്ന് അഡൽട്ടിലേക്കാണ്. സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം കൃത്യമായിട്ട് ഇഫക്റ്റീവ് ആകാത്ത അവസ്ഥയിൽ നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അസുഖമായിരുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത ഒരാളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ തരുന്നത് പേരന്റിൽ നിന്ന് ചൈൽഡിലേക്കുള്ള മറ്റൊരു ട്രാൻസാക്ഷനാണ്. എന്തിനാണത് അറിയുന്നത്? നിങ്ങൾ എന്തിനാണത് അറിയുന്നത്? അതിൻ്റെയൊക്കെ പല തലത്തിൽ പറയാം അല്ലേ. ഇതൊക്കെ നിങ്ങൾ അറിയണത് എന്തിന്? ഇപ്പോഴാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്നൊക്കെ പല രീതിയിൽ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ അവിടെ വരുന്നത് പേരന്റ് ടു ചൈൽഡ്. ഇവിടെ തീർച്ചയായും നമ്മൾ അഡൽട്ട് ടു അഡൽട്ടിലേക്ക് വരുന്ന സുഖമാണോ എന്ന ആ ട്രാൻസാക്ഷൻ വെക്ടറിനെ ഒരു പേരന്റ് ടു ചൈൽഡ് ട്രാൻസാക്ഷൻ ഉപയോഗിച്ച് ക്രോസ് ചെയ്ത് കളയാം. സോ ഇറ്റ്സ് കോൾഡ് ക്രോസ്, അല്ലെങ്കിൽ വിരുദ്ധ സംഭാഷണങ്ങൾ. ഇതല്ല ആദ്യത്തെ പാർട്ടി ചോദിച്ചപ്പോൾ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ ആദ്യത്തെ ആള് കൃത്യമായിട്ട് മനസ്സിലാക്കി. ചിലപ്പോൾ നാച്ചുറൽ ആയിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ സംഭവിച്ച ഒരു ക്രോസ്ഡ് ട്രാൻസാക്ഷനാണ്. ഇത് തുടക്കം ആദ്യത്തെ സംസാരമാണെങ്കിൽ തന്നെ ഈ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്തുകൊണ്ടാണ്, അപ്പൊ ഇതിൽ തുടർന്ന് എങ്ങനെ പോകാൻ പറ്റും? ഈ ട്രാൻസാക്ഷൻ എങ്ങനെ, ഈ ക്രോസ് ട്രാൻസാക്ഷൻ എങ്ങനെ കോംപ്ലിമെന്ററി ആക്കാൻ പറ്റും എന്ന് നമുക്ക് വേണ്ടത്ര ഒരു ധാരണയില്ലെങ്കിൽ പലപ്പോഴും അതൊരു പ്രശ്നമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി സംതിങ് ഇസ് റോങ്, എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ട്. അത് എവിടെ നിന്നാണ്? ഇതൊന്ന് പേരന്റിന്റെ ജഡ്ജ്മെന്റൽ തലത്തിൽ നിന്നാണ്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട്? എന്തുകൊണ്ട് ഇത് നിങ്ങൾ അറിയണം? ഇങ്ങനെയുള്ള പല പല സിംറ്റംസ് അതിൻ്റെ അകത്തുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരൊറ്റ ട്രാൻസാക്ഷനിൽ നിന്ന് സാധാരണ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ ഹുവാമൈ എന്ന് പറയുന്ന തലത്തിനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലായി. ഒന്നുകിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ തെറ്റിദ്ധരിക്കപ്പെടാം, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി എന്തൊക്കെയോ കൃത്യമായി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു തലം ഇവിടെയാണ്. അപ്പോൾ ഈ തലത്തെ മനസ്സിലാക്കി വീണ്ടും ട്രാൻസാക്ഷൻസിനെ കോംപ്ലിമെന്ററിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ ഇനിയുള്ള സംസാരങ്ങൾ സൂക്ഷിക്കണം എന്നർത്ഥം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വാക്കുകൾ പലപ്പോഴും വീണ്ടും ക്രോസ്ഡ് തന്നെയാകാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഈ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് സ്റ്റേജിൽ. ഒരുപക്ഷെ തുടക്കത്തിലെ ഇതിനേക്കാളും പോസിറ്റീവായിട്ടായിരിക്കാം സംസാരിച്ചത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വാക്യങ്ങളുടെ തലത്തിലായിരിക്കാം ഈ ക്രോസ്ഡ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റീസൺസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളുടെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം അടുത്ത
വിനിമയം സ്റ്റാർട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതാണ് വിരുദ്ധ സംഭാഷണങ്ങൾ എന്ന് പറയുന്ന ഒരു തലം. ഇനി അതിൻ്റെ മൂന്നാമത്തെ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് നമ്മൾ പറയുന്ന അൾട്ടീരിയർ എന്നാണ് പറയുന്നത്. അൾട്ടീരിയർ എന്ന് പറയുമ്പോൾ നിഗൂഢ തലത്തിലുള്ള വിനിമയങ്ങൾ എന്നാണ് പറയുന്നത്. ഡ്യൂപ്ലക്സ് അല്ലെങ്കിൽ അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അൾട്ടീരിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ഒരു സൈക്കോളജിക്കൽ തലം ഇതിനകത്ത് ഹിഡൻ ആണ്, പറയാതെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ തലമാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ ഭാഷയുണ്ട്, അതിനോടൊപ്പം തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തലമുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം ഇത് ഒരു ഡ്യൂപ്ലെക്സ് ട്രാൻസാക്ഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ആള് ഒരു കാര്യം പറയുന്നു, രണ്ടാമത്തെ ആൾ ഒരു മറുപടി പറയുന്നു. ഈ പറയുന്നതിനോടൊപ്പം ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും ഒരു സൈക്കോളജിക്കൽ മെസ്സേജും കൂടെ അതിൻ്റെ ഒപ്പം കൈമാറ്റപ്പെടുന്നുണ്ട്. ഇവിടെ ഒന്ന് സാമൂഹിക സന്ദേശങ്ങളാണ്, നോർമൽ സോഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. രണ്ടാമത് സൈക്കോളജിക്കൽ സന്ദേശങ്ങളാണ്. അപ്പം ഈ രണ്ട് സന്ദേശങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു തുണിക്കടയിൽ തുണി മേടിക്കാൻ ഒരു സെയിൽസ്മാൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ആൾ സംസാരിക്കുന്ന അഡൽട്ട് ടു അഡൽട്ട് ആണ്. ആദ്യത്തെ ആളുടെ സംസാരം എന്ന് പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുണിയെടുക്കാൻ ചെല്ലുന്നു. ആ തുണിയെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു തുണി നമ്മൾ നോക്കിയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തുണി എടുക്കുമ്പോൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുണി എടുക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണത്, ഇതിന് വില കൂടുതലാണ്. ഇതിന് വില കൂടുതലാണ് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഇത് എടുക്കാൻ സാധിക്കില്ല. ഇതൊരു സെയിൽസ്മാൻ്റെ തന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് എ സെയിൽസ് ടെക്നിക്. കാരണം ഇത് തന്നെ ഈ വ്യക്തിയെ കൊണ്ട് എടുപ്പിക്കണമെങ്കിൽ അവരുടെ ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഇമേജിന് ഒരു ചെറിയ ഹട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ഒന്ന് എംഫസൈസ് കൊടുക്കാൻ വേണ്ടി പറയുന്നതാകാം. ഇതിന് വില കൂടുതലാണ്. ഇതിന് വില കൂടുതലാണ് എന്ന് പറയുമ്പോൾ പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക്, ഡോട്ടഡ് ലൈനിൽ അഡൽട്ടിൽ നിന്ന് അഡൽട്ടിലേക്ക് ഇതിന് വില കൂടുതലാണ് എന്ന് പറയുന്ന നമ്പർ 1 ട്രാൻസാക്ഷൻ കൊടുക്കുന്നതിനൊപ്പം ഒരു നമ്പർ 2 ട്രാൻസാക്ഷനും ഹിഡൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വില കൂടുതലാണ് എന്നുള്ളതിന് ചേർന്ന് പറയും, ഇത്ര വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കത്തില്ല. അതൊരു ഹിഡൻ മെസ്സേജാണ്. ഇതിന് വില കൂടുതലാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വിലയ്ക്ക് മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, നിങ്ങളെ കണ്ടാൽ അങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലൊരു ഹിഡൻ മെസ്സേജും കൂടെ അതിൻ്റെ കൂടെ. ഈ ഹിഡൻ മെസ്സേജ് മനസ്സിലാകണമെന്നില്ല, ചിലവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും, ചിലവർക്ക് അത് മനസ്സിലാകത്തില്ല. അതാണ് ഈ ഹിഡൻ മെസ്സേജിൻ്റെ പ്രത്യേകത. ഈ ഹിഡൻ മെസ്സേജ് മനസ്സിലാക്കിയ ആ വ്യക്തി ട്രാൻസാക്ഷൻസ് നമ്പർ 3 ട്രാൻസാക്ഷൻ കൊടുക്കുന്ന നോക്കിയ ഇത് തന്നെ കൊടുക്കാം, ഇത് തന്നെ കൊടുക്കാം എന്നുള്ളൊരു ട്രാൻസാക്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഒപ്പം ഒരു നാലാമത്തെ ഒരു ഹിഡൻ മെസ്സേജ് കൂടി, എനിക്ക് ഈ വിലയ്ക്ക് സാധിക്കും, എനിക്കൊക്കെ ഈ വില മേടിക്കാൻ, ഈ വിലയ്ക്ക് സാധനം മേടിക്കാൻ സാധിക്കും. അപ്പം ഈ രീതിയിൽ ഒരു ഹിഡൻ മെസ്സേജ്, ഇത് പക്ഷേ മനോഹരമായ ഒരു സെയിൽസ് ടെക്നിക്കാണ്. ഈ പറയുന്ന ഡ്യൂപ്ലക്സ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ സെയിൽസ് ടെക്നിക്കാണ്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സാമൂഹിക തലത്തിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇതുപോലത്തെ ഒത്തിരി ട്രാൻസാക്ഷൻസ് കൊടുക്കും, വില ഇടിച്ച് കാണിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള തലങ്ങൾ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു സാമൂഹിക സന്ദേശവും അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ അത് അൺസ്പോക്കൺ ആണ്, പറയണമില്ല, പക്ഷെ ആ വാക്കിൽ നിന്ന് കൃത്യമായി കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സൈക്കോളജിക്കൽ മെസ്സേജും കൂടെ കൊടുക്കും. നിന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, നിന്നെക്കൊണ്ട് സാധിക്കില്ല, നിനക്ക് കഴിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സൈക്കോളജിക്കൽ മെസ്സേജുകൾ. അത് പലപ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഹർട്ട് ചെയ്യുന്നതാകാം. അത് തിരിച്ചറിഞ്ഞ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ മെസ്സേജ് കൊടുത്ത് പോകുന്ന ഒരു ഡ്യൂപ്ലക്സ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ് ആണ് ഇത് കാണിച്ചത്. ഒരു എക്സാമ്പിൾ, ഇതുപോലത്തെ ഒത്തിരി എക്സാമ്പിൾസ് പറയും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വീട്ടിലെ ഗ്യാസ് തീർന്നു പോയി എന്ന് വീട്ടിലെ വീട്ടുകാരി പറയുമ്പോൾ, ഗ്യാസ് തീർന്നു എന്ന് പറയുമ്പോൾ അത് അഡൽട്ട് ടു അഡൽട്ടായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥന് പറയാമേ ഗ്യാസ് തീർന്നു, ഇത്രപടിയും തീർന്നു, ഇത്ര ആയിപ്പോയോ എന്ന് ചോദിക്കാം. അത് അഡൽട്ടിൽ തന്നെ പറയാം. അതിനൊപ്പം ഒരു ട്രാൻസാക്ഷൻസ് കൂടെ ഒരു ഈ പറയുന്ന സൈക്കോളജിക്കൽ ട്രാൻസാക്ഷൻ കൊടുക്കുന്നത് ഈ ഗ്യാസ് തീരും എന്നും അത് കൃത്യമായിട്ട് എടുത്തു വെക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ലേ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മെസ്സേജും കൂടെ അതിൻ്റെ അകത്ത് കൊടുക്കാം. ഇത് എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഈഗോ സ്റ്റേറ്റുകൾ തമ്മിൽ കണ്ടമാനം ക്ലാഷ് ഉള്ള സമയത്ത്,
അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നങ്ങളുള്ള സമയത്ത്. ഇപ്പൊ നമ്മൾ എപ്പോഴും കോംപ്ലിമെന്ററി ആണെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ഒരു വാല്യൂ ഇല്ല, ഇതൊന്നും ശ്രദ്ധിക്കപ്പെടുന്ന പോലുമില്ല. പക്ഷെ കോംപ്ലിമെന്ററിക്ക് പകരം ക്രോസ്ഡ് ട്രാൻസാക്ഷന്റെ ഒരു രീതിയിലാണ് എപ്പോഴും ആശയവിനിമയങ്ങൾ പോകുന്നതെങ്കിൽ അതിനൊപ്പം ഈ പറയുന്ന രീതിയിൽ അൾട്ടീരിയർ അല്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ മെസ്സേജസും കൂടെ അതിന്റെ കൂടെ കയർന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കോംപ്ലിമെന്ററി ആണെങ്കിൽ ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ മെസ്സേജ് ഉണ്ടെന്ന് പോലും അതിൻ്റെ അകത്തുനിന്ന് ആരും ഡിറ്റക്ട് ചെയ്യാൻ സാധ്യത പോലുമില്ല. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ഉണ്ടാകുന്ന രീതിയിൽ ഒരു ക്രോസ് ട്രാൻസ്ഫർമേഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം പറയുന്ന ആളെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വിപരീതമായ രീതിയിലുള്ള ഒരു ഉത്തരമാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനസിക സംഘർഷത്തിന്റെ സാധ്യതകളുണ്ട് എപ്പോഴും ക്രോസ്റ്റിൽ. അപ്പൊ ആ ക്രോസ്റ്റിന്റെ തലത്തിന്റെ ഒരു ലെവലും കൂടെ കൂടിയാണ് പലപ്പോഴും ഡ്യൂപ്ലക്സ് അൾട്ടീരിയർ. അപ്പൊ നമ്മുടെ സാധാരണ സാമൂഹിക സന്ദേശങ്ങൾക്കൊപ്പം അത് തന്നെ ക്രോസ്ഡ് ആണ്, അതിനോടൊപ്പം പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ നമ്മളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനസിക സന്ദേശം കൂടെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഡ്യൂപ്ലക്സ് അൾട്ടീരിയർ എന്ന് പറയും. ഇതുപോലെ തന്നെ ട്രയാങ്കുലർ അൾട്ടീരിയർ ഉണ്ട്, ഒരു സൈഡിലേക്ക് മാത്രം കൊടുക്കുന്നത്, തിരിച്ചു പോകുന്നില്ല. ഇപ്പൊ ആ എക്സാമ്പിൾ തന്നെ വീണ്ടും പറയും, ഇതിന് വില കൂടുതലാണ്, ശരി എന്നാൽ കുറഞ്ഞത് മതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പൊ ഇവിടെ തിരിച്ചു പറയുന്നില്ല. നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളിൽ ഒരു ലെവൽ കുറവാണ്, അവിടെ കറക്റ്റായിട്ട് പറയും എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഇതിനുള്ള പണമുണ്ട്, എനിക്കിത് മേടിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഒരു അൾട്ടീരിയർ ട്രാൻസാക്ഷൻ കൊടുത്തിച്ച് ഫൈനലി ക്ലോസ് ചെയ്യാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഇതിന് വില കൂടുതലാണ് എന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് മതി, അഡൽട്ടിന്റെ തലത്തിൽ നിന്ന് പറയുന്നു. ആദ്യത്തെ ആള് പറയുമ്പോൾ ഇത്ര വിലയ്ക്ക് നിങ്ങൾക്ക് ഇത്ര വിലയ്ക്ക് ഇത് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ള സൈക്കോളജിക്കൽ മെസ്സേജ് ആദ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നെഗ്ലക്ട് ചെയ്തിട്ട് എനിക്ക് കുറഞ്ഞത് മതി എന്ന് തീരുമാനിച്ച് ഒരു ആംഗുലർ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ ട്രാൻസാക്ഷൻ നടക്കാം. ഇനി നമ്മൾ നോക്കൂ, എപ്പോഴൊക്കെ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് നഷ്ടപ്പെടുന്നുണ്ടോ, അത് ക്രോസ്ഡിലേക്ക് പോകുന്നുണ്ടോ, പിന്നെ നമ്മൾ പോലും അറിയാതെ ഈ പറയുന്ന രീതിയിലുള്ള സൈക്കോളജിക്കൽ മെസ്സേജസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സൈക്കോളജിക്കൽ മെസ്സേജ് ഒരു ഓട്ടോ പൈലറ്റിംഗ് മോഡിലാണ് വരുന്നത്, അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. അതൊരു ഓട്ടോമാറ്റിക് റിലേഷൻഷിപ്പ് ശരിയല്ലെങ്കിൽ അതിൽ ഒരു സംശയം ജനിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ, എന്താണ് അങ്ങനെ പറഞ്ഞത്, അതെന്നെ സ്വല്പം ഇൻസൾട്ട് ചെയ്തതല്ലേ, അല്ലെങ്കിൽ അതെന്നെ ഒന്ന് കുറച്ച് കാണിച്ചതല്ലേ എന്നൊക്കെ ഉള്ള സൈക്കോളജിക്കൽ മെസ്സേജസ് വേണമെങ്കിൽ സ്വന്തമായിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഈ പറയുന്ന ആള് മനസ്സാവാച അറിയണമെന്നൊന്നുമില്ല, പക്ഷെ കേൾക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ മെസ്സേജ് കൂടെ ഉണ്ടല്ലോ, അതെന്നെ അപമാനിച്ചതിന് തുല്യമാണല്ലോ എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് മാറാം. അപ്പൊ ഇവിടെ എല്ലാം സംഭവിക്കുന്ന എവിടെയാണ്, ഈ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈഗോ സ്റ്റേറ്റുകൾ വീണ്ടും ക്ലാരിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാതെ വീണ്ടും നമ്മൾ പരിധികൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ. നമ്മളിവിടെ പറയുന്നുണ്ട് ട്രാൻസാക്ഷനിൽ ഏറ്റവും ബെസ്റ്റും ഏറ്റവും കൂടുതൽ ലോങ് ടൈം നിലനിൽക്കുന്നതുമായ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോംപ്ലിമെന്ററി ആണ്. അപ്പൊ കോംപ്ലിമെന്ററിയിൽ നിന്ന് നമ്മൾ താളം തെറ്റി പുറത്തു പോകുക, ബൗണ്ടറി തെറ്റി പുറത്തു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസികമായ ഒരു തലത്തിലുണ്ടാകുന്ന ഉലച്ചിലാണ് ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ആ തിരിച്ചറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും കോംപ്ലിമെന്ററിയിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും ട്രാൻസാക്ഷൻസ് ഫെയിൽ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ക്രോസ്ഡ് ആണോ, അൾട്ടീരിയർ ആണോ, അത് തന്നെ ഡ്യൂപ്ലക്സ് ട്രയാങ്കുലർ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ കോംപ്രമൈസ് ചെയ്ത് വീണ്ടും കോംപ്ലിമെന്ററി ട്രാൻസാക്ഷനിലേക്ക് എത്താനുള്ള ഒരു താല്പര്യം നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈഗോ സ്റ്റേറ്റുകളുടെ പാർട്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നതിനെ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഇപ്പൊ ഹുവാമൈ എന്ന് പറയുന്ന തലത്തിലുണ്ടാകുന്ന പ്രശ്നമായിരിക്കും പലപ്പോഴും നമ്മളുടെ ട്രാൻസാക്ഷൻസ് കോംപ്ലിമെന്ററിയിൽ നിന്ന് ക്രോസ്ഡിലേക്കോ അൾട്ടീരിയറിലേക്കോ പോകുന്നത് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എങ്ങനെ അത് കോംപ്ലിമെന്ററി ആക്കാൻ സാധിക്കും എന്ന് തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ആശയവിനിമയത്തിൽ എന്തോരം മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ജ്ഞാനം, അറിവ് കിട്ടും, ഒരു സോഷ്യൽ അവയർനെസ് കിട്ടും. അപ്പൊ ഈ സോഷ്യൽ അവയർനെസ്സിനെ എത്ര പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കോംപ്ലിമെന്ററി ക്രോസ്ഡ് അൾട്ടീരിയർ ട്രാൻസാക്ഷനെ കുറിച്ച് മറ്റ് ഉദാഹരണങ്ങൾ പറയാം. അതുകൊണ്ട് ഞാനിന്നത് പറയുന്നില്ല, തീർച്ചയായും മറ്റുള്ളവരും കൂടെ ഇതിൻ്റെ അകത്ത് ചേർന്നെടുക്കും.
അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ നമ്മളുടെ ട്രാൻസാക്ഷൻ എപ്പോഴും കോംപ്ലിമെൻ്ററി ആയിരിക്കണം. കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ഈഗോ സ്റ്റേറ്റുകൾ തമ്മിൽ ക്ലാഷ് ഉണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ ഈഗോ സ്റ്റേറ്റുകൾ പ്ലേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മൾ മാറാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊരു ശരിയായ രീതിയല്ല. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ സാധ്യതകളെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈഗോ സ്റ്റേറ്റുകളെ വീണ്ടും കറക്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ എത്തുന്ന വ്യക്തിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ കൂടുതൽ കോംപ്ലിമെൻ്ററി ആക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള രണ്ട് ലെവൽ, ക്രോസ്റ്റും അൾട്ടീരിയറും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ ഈഗോ സ്റ്റേറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു പേരൻ്റൽ തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആണ് അധികവും ക്രോസ്റ്റും അൾട്ടീരിയറും സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അഡൾട്ടിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് പേരൻ്റായി സംസാരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്രോസ്റ്റും അൾട്ടീരിയർ ട്രാൻസാക്ഷൻ വരാനുള്ള കാരണം. കോംപ്ലിമെൻ്ററി സംസാരിക്കാൻ, കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ കോൺസെപ്റ്റിൽ സംസാരിക്കാൻ നമുക്ക് പറ്റാത്തത് അഡൾട്ടിന്റെ നിയന്ത്രണത്തിലല്ലാതെ പേരന്റിന്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ സംസാരത്തെ വീണ്ടും നമ്മുടെ ഈഗോ സ്റ്റേറ്റുകളുടെ തലത്തിൽ നിന്നുകൊണ്ട് അനലൈസ് ചെയ്യാൻ നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എപ്പോഴൊക്കെ നമ്മൾ കോംപ്ലിമെൻ്ററിയിൽ നിന്ന് പുറത്തു പോകുന്നുവോ അപ്പോഴൊക്കെ വീണ്ടും നമ്മൾ നമ്മളെ തിരുത്തേണ്ടിയിരിക്കും. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലെ വ്യക്തി തെറ്റായിരിക്കാം, എങ്കിലും ആ തെറ്റായ വ്യക്തിയെയും നമ്മളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ നമ്മൾ തിരിച്ചെത്തേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷനിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചകളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പല രീതി, ഇപ്പം നമ്മൾ ഓരോ വ്യക്തികൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ രീതിയിലായിരിക്കും എടുക്കുന്നത്, ഓരോ എക്സാമ്പിൾസ് ആയിരിക്കും പറയുന്നത്. ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ എക്സാമ്പിളുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഈ ദിവസം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററിയും ക്ലോസ്റ്റും അൾട്ടീരിയറും ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതൊരു പ്രയോജനകരമായ റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടേ പറയാം. വത്സമ്മ മാം ഒന്ന് പറയൂ. അമർജ്യോതി മാം, ആരെങ്കിലും? സാറേ, ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്രദമാണ്. കാരണം നിത്യജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമായി ട്രാൻസാക്ഷൻസ്. പിന്നീട് വിളിക്കാവേ. ഈ ട്രാൻസാക്ഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും പല വഴക്കുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ ചെല്ലുന്നു, അസ്വസ്ഥതകളിലേക്കും ഒക്കെ ചെല്ലും. ഓക്കെ, അത് ശ്രദ്ധിച്ചാല് നമ്മൾ കുറച്ച് സംസാരത്തിലൊക്കെ ശ്രദ്ധിച്ചാല് പലപ്പോഴും കോംപ്ലിമെന്ററി തന്നെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ക്രോസ്ഡായി പോകുന്നതും അൾട്ടീരിയർ ആവുന്നതൊക്കെയാണ്. പേരന്റിൽ നിന്ന് പേരന്റിലേക്ക് പോയാലും അൾട്ടീരിയറും ഒക്കെ ആയി പോകുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. എനിക്കൊരു കോൾ വന്നുകൊണ്ട് എനിക്ക് അതുകൊണ്ട് നിർത്തുമായിരുന്നു. ഓക്കെ മാം, ഓക്കെ ഓക്കെ, താങ്ക് യു സാധു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. അതായത് ഈ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ ഈ ടീനേജേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മള് പാരന്റ്സ് ഒന്ന് റിഹേഴ്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് പ്രയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ അടി കുറയ്ക്കാൻ പറ്റും. ശരിക്ക് പലപ്പോഴും പാരന്റ്സ് പീഠത്തിന് കയറി സംസാരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. പേരന്റായിട്ട് തന്നെയാണ് അവിടെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവർ ചൈൽഡിലേക്കൊന്നും പോകാൻ തയ്യാറല്ല. പിന്നെ ടീച്ചേഴ്സ് ഉണ്ട് സാറേ. ടീച്ചേഴ്സ് അവർക്ക് ഇങ്ങനെ ഒരു കാലഘട്ടേ കഴിഞ്ഞു പോയതേ മറന്ന രീതിയിലാണ്. ഭയങ്കര ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് പല കുട്ടികളും കൗൺസിലിംഗ് വരുന്നവരും പറയുന്നവരും അത്ഭുതപ്പെട്ടു. എന്തിനാണ് ടീച്ചേഴ്സ് ഇങ്ങനെ പെരുമാറുന്നത്? ശരിക്കൊരു ശരിയല്ല. അവരെപ്പോഴും ആലോചിക്കണം അല്ലേ, നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ നമ്മൾ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചത്, ആ ഒരു
ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ട് കുട്ടികളെ ഹരാസ് ചെയ്യൂല. എന്തായാലും വളരെ നല്ല ക്ലാസ്സാണ്. സാറ് പറഞ്ഞ മാതിരി ഇത് എത്ര കേട്ടാല് തീരാത്തൊരു ക്ലാസ്സാണിത്. മനസ്സിലാവുക, പിന്നെയും പിന്നെയും സംശയങ്ങൾ വരും. എന്നത് മനുഷ്യ മനസ്സ് അങ്ങനെയാണല്ലോ, അതെ അതെ ഹൈലി കോംപ്ലിക്കേറ്റഡ്, ആർക്കും പിടികിട്ടാത്ത, ഒരു സൈക്കോളജിക്കും പിടികൊടുക്കാതെ നടത്തുന്ന മനസ്സിനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇല്ല, ഓരോ നിമിഷവും മാറിപ്പോകും, അതാണ് അതിന്റെ പ്രത്യേകത അല്ലെ, ഓരോ നിമിഷം. ഓക്കെ, താങ്ക് യു മാം. ഇത് നമുക്ക് ഇത് സംഗതി അറിയാമെങ്കിൽ ചില സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരി, എപ്പോഴാണ് വിട്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അത് വിട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരാനെങ്കിലും നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം വിട്ടുപോകാതിരിക്കത്തില്ല, കാരണം നമ്മളുടെ സ്ക്രിപ്റ്റുകളൊക്കെ അത്രമാത്രം നമുക്ക് ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തലയിലെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് ഒത്തിരി ഹർട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ചില പ്രത്യേക സമയത്ത് അത് നിലനിൽക്കും. ആ നിലനിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈ പറഞ്ഞ പോലെ വഴിതെറ്റി. കുമാർ സാറേ പറഞ്ഞു. ആളുകളെ മനസ്സിലാക്കി പെരുമാറാനുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആളുകളെ മനസ്സിലാക്കി ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറാൻ സാധിക്കും. അതിന് പറ്റിയ ക്ലാസ് ആയിരുന്നു. നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. നമസ്കാരം. താങ്ക് യു സർ. സിജു ഫ്രീ ആണോ? സ്നേഹത മാം, വിൻസെന്റ് സാർ. ആ പറയും. ക്ലാസ് കേട്ടിരുന്നു ഞാൻ. പിന്നെ സാറിന്റെ അത്രയും തമാശ അത്രയും അങ്ങ് ആയില്ല. ഇത് നന്നായിട്ട് തമാശ കൂട്ടി പഠിപ്പിക്കാവുന്ന ടോപ്പിക്കാണെന്ന് അറിയാം. വളരെ ജോക്കിംഗ് ആയിട്ട് ജോക്ക് ഉൾപ്പെടുത്തി. പിന്നെ അൾട്ടീരിയർ ഡ്യൂപ്ലെക്സ് ട്രയാങ്കുലർ അതൊക്കെ സെയിൽസ്മാൻ്റെ ഒതുക്കി കളഞ്ഞു. കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാമായിരുന്നു. വളരെ നന്നായിരുന്നു. ഞാൻ ഈ വിഷയം കുറച്ച് പഠിച്ചതാണ്. കുറച്ച് അതിൽ നിന്ന് മനസ്സിലായത്, ഒരുവിധം നടന്നിട്ടുള്ള ഈ മർഡർ കേസുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാല് ഈ പെട്ടെന്നുള്ള സഡൻ അല്ലാതെയുള്ള ഒട്ടുമിക്ക കുടുംബ വഴക്കുകളുടെ പരിസമാപ്തിയിൽ മർഡർ നടന്നിട്ടുള്ള കൊലപാതകങ്ങളെല്ലാം അൾട്ടീരിയർ ട്രാൻസാക്ഷൻസിന്റെ ഔട്ട്കം തന്നെയാണ്. ക്രോസ്ഡ് ട്രാൻസാക്ഷനിൽ അന്നേരമുള്ള ഒരു ദേഷ്യവും അരിശവും ചിലപ്പോൾ ഒരു അടിയും കൊടുത്തിട്ട് അല്ലെങ്കിൽ വഴക്ക് തീർത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, അത്രേ പോകത്തുള്ളൂ. പക്ഷെ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. അത് സൈക്കോളജിക്കൽ മീനിങ് കൊടുക്കുന്നു, ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഹിഡൻ മെസ്സേജ് ആണ് ആളുകൾ ക്യാച്ച് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ശതമാനം ട്രാൻസാക്ഷൻസിൽ കോംപ്ലിമെന്ററി ആകാനുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു, വളരെ നല്ലതാണ്. കോംപ്ലിമെന്ററി ആകുക ഈസ് നോട്ട് സോ ഈസി. അത് മനഃപൂർവ്വം ഇടയ്ക്കൊക്കെ ക്രോസ്ഡ് ആയാലും പെട്ടെന്ന് തന്നെ തിരിച്ചറിവുണ്ടെങ്കിൽ കോംപ്ലിമെന്ററിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതും നല്ല ഇതാണ്. പിന്നെ അൾട്ടീരിയർ ട്രാൻസാക്ഷനെ കുറിച്ച് അല്പോടെ ഡീപ്പായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയനെ എന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന് അതറിയാം. വളരെ സിമ്പിളാണ്. സിമ്പിൾ സബ്ജക്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ അവതരിപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ആണ്. താങ്ക് യു. ഇത് നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് തന്നെ പലരും ഇതേ ടോപ്പിക്ക് തന്നെ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ലിമിറ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരു ടോപ്പിക്ക് തന്നെ 4-5. സിജുവിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കുറച്ച് പോർഷൻ ഇതിൻ്റെ അകത്ത് എടുക്കാം. പറയാനാണോ, ഒരു സെഷൻ എടുക്കാനാണോ, അതോ? സെഷൻ എടുക്കുക. കാരണം നമ്മൾ ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കാറുണ്ട്. ഓ, അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ മാറി മറിഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ടായിട്ട് വിടും. ഓ, ശരി. അല്ല, എനിക്ക് ഒരു ടോപ്പിക്ക്, ഞാൻ എൻ്റെ PhD വൈവയുടെ വക്കത്ത് നിൽക്കുവാണ്. 6-ാം തീയതി ഫസ്റ്റ് വൈവയാണ്. അപ്പൊ അതിനുവേണ്ടി ഓഗസ്റ്റ് 6-ന് ഫസ്റ്റ് വൈവയാണ്. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഏതായാലും അധ്യാപകരോട് ഒരു വാക്ക് എന്നുള്ളതൊന്നൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഒരുങ്ങി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. പത്മാമ, സോറി, സ്നേഹതാമ പറയും. സാറേ, പെന്നീസ് മൈറ്റിയർ ദാൻ സോഡ് എന്ന് ഉള്ള ആ ഫ്രഞ്ച് വിപ്ലവത്തിലെ അതുണ്ടല്ലോ, നമ്മുടെ വാക്കുകൾ വളരെ ശക്തമാണ്. പിന്നെ പലതും പല യുദ്ധങ്ങൾ തന്നെ തുടങ്ങിയിട്ടുള്ളത് അതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ ലോകമഹായുദ്ധമൊക്കെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു
ഫോട്ടോഗ്രാഫറുടെ ഇത് വായിച്ചിട്ടുണ്ട്. പുള്ളി ഒരു കഴുകൻ്റെ മുമ്പിൽ ഒരു കുട്ടി അകപ്പെട്ടതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കഴുകൻ. പറഞ്ഞല്ല, 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒരു കഴുകൻ്റെ കഴുത്തിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് അദ്ദേഹം പോയി സൂയിസൈഡ് ചെയ്ത സംഭവമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ വാക്കുകൾക്ക് വളരെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയും. അത് സാറ് പറഞ്ഞ പോലെ എന്താണ് കോംപ്ലിമെൻ്ററി ആയിട്ട് പോകാൻ കഴിയണം. പക്ഷെ കഴിയാറില്ല. കുമാരനാശാൻ പറഞ്ഞതുപോലെ തന്നതില്ല പരനുള്ളി കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷ ചെയ്ത് അപൂർണമാം വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ. താങ്ക് യു സർ. താങ്ക് യു മാം. തീർച്ചയായും അത് തന്നെയാണ് സംഭവം. അപ്പോൾ നമ്മളതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. എത്ര കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാലും പലപ്പോഴും തെറ്റുകൾ സംഭവിക്കും. അപ്പം അതിൽ നിന്ന് ഒരു മാറ്റം ഉൾക്കൊള്ളാൻ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ സഹായിക്കും. എന്നാലേ നമുക്ക് ഒരു ബോധ്യം വരും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ. ആ ഓക്കെ, താങ്ക് യു. പത്മ മാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാ ശനിയാഴ്ചയും പോലെ തന്നെ ടിയാൻ്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഈ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ 2 വ്യക്തികളിൽ തമ്മിൽ നടക്കണമെങ്കിൽ അവർ തമ്മിലൊരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് നടക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ അന്യോന്യം റെസ്പെക്റ്റ് അങ്ങനെ ചെയ്യാനേ നമ്മൾ ശീലിക്കുന്നില്ല. നമ്മളെ പണ്ടേ ഉള്ള രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാന്ന് തോന്നല്. മനുഷ്യരെ പല തട്ടുകളിലായിട്ട് വെച്ച പോലെ. അപ്പോൾ ആ രീതിക്ക് മാത്രമേ നമ്മൾ പെരുമാറും ഇതും ചെയ്യുന്നുള്ളൂ. അതാണോ? പക്ഷെ അത് ഫാമിലിയിലായാലും പൊതുവെ പൊതു എന്താ പറയുക, പൊതുസമൂഹത്തിലായാലും അങ്ങനെയാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ തന്നെ അതിൻ്റെ വ്യക്തിത്വത്തെ മാനിക്കണം എന്നാണ് എനിക്ക് പൊതുവെ തോന്നുന്നത്. നമ്മൾ പൊതുവെ പറയുന്ന മുതിർന്നവരെ മാത്രം റെസ്പെക്റ്റ് ചെയ്യാനേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികൾ പറയുന്നതിന് നമ്മൾ അത്ര വില കൊടുക്കുള്ളൂ അവരെ. അത് അത് കിട്ടുന്നില്ല. പണ്ടേ നമുക്കത് ഒരു ശീലവും ഇല്ലാത്തതാണ്. അപ്പം മുതിർന്നവരിപ്പം തെറ്റായിട്ട് എന്ത് പറഞ്ഞാലും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല, ആ ഒരു രീതിയാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിലും ചെറുപ്പത്തിലെ അന്യോന്യമുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അവരെ ചില കാര്യങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല, പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അനുകരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണ്. ഇത് സാറ് എന്താണെന്ന് അതിന് വിശദമായിട്ട് പറയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ കേൾക്കണം എന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. തീർച്ചയായിട്ടും അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ മുമ്പിലുള്ള വ്യക്തി ഇപ്പം നമുക്ക് എന്താണ് നമ്മളുടെ ഇപ്പം നമ്മളൊരു കുടുംബജീവിതമാണെങ്കിൽ കുടുംബജീവിതം എത്രമാത്രം മുന്നോട്ട് സക്സസ്ഫുൾ ആയി പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് വിഘാതമായി നമ്മളുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി റിയാക്ട് ചെയ്യുമ്പോൾ അയാളെ നമ്മളുടെ ആ തലത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അഡൽട്ട് നിയന്ത്രണത്തിലാകണമെന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം പ്രയോജനകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമോ അത് നമ്മുടെ അഡൽട്ടിൻ്റെ പവറാണ്. അഡൽട്ട് നിയന്ത്രിച്ച് പേരൻ്റായിട്ടും ചൈൽഡിനെയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇത് നിയന്ത്രിക്കാതെ ഈ ഒരു രീതി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം അതിന് ഒരു സോഷ്യൽ അവയർനെസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ ഉപയോഗിക്കുക. രീതി ഉപയോഗിക്കുക വെച്ചാൽ നമ്മൾ അബദ്ധം പറ്റുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എത്ര പഠിച്ചാലും നമ്മൾ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന പോലെ അത് സംഭവിക്കും. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഉടൻ തന്നെ ആ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ്സിലൂടെ നടക്കും. അല്ലാതെ നമുക്ക് അത്ര പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ തീർച്ചയായും പറ്റും എന്നുള്ളതും ശരിയാണ്. ഇനി പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത സ്റ്റേജ് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നമുക്ക് ഈ പറയുന്ന തലത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം മനുഷ്യനെ മാറുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. മനുഷ്യൻ മാറുന്നതിനൊപ്പം ആ മാറ്റത്തോട് ചേർന്ന് നമ്മളിലുള്ള മാറ്റവും കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
ഇതിന്റെ ഇതിന്റെ വേറെ ആളുകൾ എടുക്കുമ്പോൾ ഈ ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് വേറെ വരും. അപ്പോൾ ഈസി ആയിട്ട് ചൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഓക്കെ, ഓക്കെ സുധാരണ ഡോക്ടർ ഓക്കെ ഉണ്ടോ? സർ. വിൻസെന്റ് സാർ, പത്മമാമ വേറെ പറഞ്ഞോ? ഇല്ല, ഡോക്ടർ പറയും. സാർ എനിക്ക് ആദ്യം കുറച്ച് കേൾക്കാൻ പറ്റിയില്ല. ഇവിടെ പാലക്കാട് ഭയങ്കര മഴയും വലിയ നല്ല മഴയാണല്ലേ? പ്രശ്നങ്ങളാണ്. ഞാനൊരു കോയമ്പത്തൂർ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്താൻ വേണ്ടി ബ്ലോക്കുകളിലൊക്കെ പെട്ട് വലഞ്ഞ് എത്തിയതാണ്. ആദ്യത്തെ ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് നമ്മുടെ ഈ കോൺവെർസേഷനിലും സിറ്റുവേഷൻ മാനേജ്മെൻറ്റിലും ആളുകൾ തമ്മിൽ മാത്രമല്ല, ഈ പ്രസ്ഥാനങ്ങളിൽ പോലും അത് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. എങ്കിലും നമുക്കറിയാം ഈ ടങ് സ്ലിപ്പിംഗ് എപ്പോഴും വേണേലും നമുക്ക് ഉണ്ടാവാം. അതിൽ നമുക്ക് ഇപ്പോൾ അത് ഒരു ചിരി മഹായുദ്ധം ഉണ്ടാക്കിയതാണ്. ഈ ദ്രൗപദി ഒരു ചിരി ചിരിച്ചു, അപ്പോൾ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോയി. അതുപോലെ വലിയ ഗ്രേറ്റ് ലീഡേഴ്സും ഒക്കെ ചില സമയങ്ങൾ അവരൊരുപാട് മഹത്വമൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ചില വഴുക്കലുകൾ സംഭവിച്ചു പോയാൽ വരുന്നത്. പക്ഷേ സാർ പറഞ്ഞ കാര്യം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കാതെ നമ്മളത് പരിഹരിക്കാനുള്ള ഇതിലേക്ക് നമുക്കൊരു അവയർനെസ് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ കൃത്യമായി പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ അല്ല. നമ്മൾ പല മൂഡിൽ, പല രീതിയിൽ, പല സന്ദർഭങ്ങളിൽ വരും ആ റിയാക്ഷൻസ്. അത് ഈ ട്രാൻസാക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മെ തന്നെ ഒന്ന് മറ്റുള്ളവരെ പഠിക്കാനല്ല, നമുക്ക് നമ്മളെ ഒന്ന് റിഫൈൻ ചെയ്യാനും പെർഫെക്റ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു ഇൻസൈറ്റ് തരുന്ന ഒരു സെഷനായിരുന്നു. എനിക്കതിൻ്റെ പകുതിയെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. നമ്മൾ ഈ ഇന്നർ ലൈറ്റ്, ടോർച്ച് ലൈറ്റ് ഉള്ളിലേക്ക് അടിച്ച് നോക്കാൻ പര്യാപ്തം. ഞാൻ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് സംഭവിച്ചിട്ട് പോയ ചില പരാമർശങ്ങളും ചില റിലേഷൻ തകർന്നു പോയതിനൊക്കെ കാരണം. പക്ഷെ അത് ഈ ക്ലാസ് നേരത്തെ കേട്ടിരുന്നെങ്കിൽ, ഒരു 10 വർഷം മുന്നേ കേട്ടിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടത്, ചില ആളുകളുടെ ആയിട്ടുള്ള സ്നേഹം എന്നേക്കുമായിട്ട് ഇല്ലാതായത്, അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കാറ്റർ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട് അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ചും എൻ്റെ അഭിപ്രായത്തിൽ ഈ സോഷ്യൽ ലൈഫിലുള്ളവർക്കാണ് ഇത് കൂടുതൽ പ്രധാനം. മറ്റേത് നമ്മൾ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും അറിയാം, ഇയാൾ ഇങ്ങനെയാണ്, എൻ്റെ കെട്ടിയവൻ ഇതാണ്, എൻ്റെ കെട്ടിയവൾ ഇതാണ്, എൻ്റെ മക്കൾ പെരുമാറുന്നത് ഇങ്ങനെയാണ്, ആദ്യം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാമെങ്കിലും, പക്ഷേ നമ്മൾ ഈ സോഷ്യൽ ലൈഫിൽ, അതേപോലെ ഓഫീസ് ലൈഫിൽ, അതേപോലെ പബ്ലിക് ലൈഫിലും ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു. എന്തായാലും ഇത് ഈ ചില വാക്കുകൾ അറിയാതെ വന്നു പോകും. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് ഈ നാക്കിൽ വന്നിട്ട് ഈ കുംഭകർണൻ ഒരു വരം ചോദിച്ചത്, അത് തെറ്റിപ്പോയത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതേപോലെ ചില വാക്കുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു ഉത്ബോധം ഉള്ളത് നല്ലത് തന്നെയാണ്. എനിവേ, ഞാൻ അത് എന്നെ റിഫൈൻ ചെയ്യാൻ ഇത് സഹായിച്ചു സാർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ മറ്റ് നമ്മുടെ കൂടെ ഉള്ളവർ വീണ്ടും ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒത്തിരി പ്രയോജനകരമാവും. അപ്പോൾ അത് ഉപയോഗിക്കാം. ഓക്കെ, മേരി കുഞ്ഞു മാം എന്തൊക്കെ പറയുന്നോ? പിന്നെ ഒരു റെഡ്മി ഉണ്ടല്ലോ, വിൻസെന്റ് സാർ എന്തെങ്കിലും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഒരുപക്ഷെ സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വത്സമ്മ നാളെ നമുക്ക് വേണ്ടി അത് എടുക്കും, PCT-യുടെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത ദിവസം നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് കാണാം. സീ യു. ഗുഡ് നൈറ്റ്.